സഞ്ചാരി പിന്നെ ഇതെല്ലാവരും അങ്ങോട്ടും വയ്ക്കുക. റിയൽ ടെസ്റ്റിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ, അതായത് കുവൈത്ത് സഞ്ചാരി ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇന്ന് കുബാർ ഐലൻഡിലേക്ക് ഒരു യാത്ര പോവുകയാണ്. കുബാർ ഐലൻഡിലേക്ക്. അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ പോകുന്നത്. ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റായി ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ രജിസ്ട്രേഷനും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അപ്പം എല്ലാവരും ബോട്ടിലൊക്കെ കയറി ഇരുന്ന് തുടങ്ങി. വെയിറ്റിങ്ങിലാണ് ബോട്ട്. നമുക്കിനി ഉള്ള കാഴ്ചകളിലേക്ക് നീങ്ങാം. ഓക്കെ, രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നു. അത് നമ്മളെ സിജോ ആണ് പേരെഴുതാൻ നിൽക്കുന്നത്. സിജോ നോട്ട് ചെയ്തോളൂ. നജീബ് ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് നീങ്ങുവാണ്. ഓക്കെ ഗൈസ്, നമ്മളും ബോട്ടിലെത്തിയിട്ടുണ്ട്. കടലിലെ കാഴ്ചകളൊക്കെ ദിവസം നേരുന്നു. യാത്രാമംഗളങ്ങൾ. അപ്പോ സഞ്ചാരി എന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ അഞ്ചാം വർഷം പിന്നിടുകയാണ്. അപ്പൊ ആ ഒരു 4-ാം വർഷം പിന്നിടുകയാണ്. അപ്പോ ആ ഒരു നല്ലൊരു നിമിഷത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ കട്ട് ചെയ്യല്ലേ? റെഡിയല്ലേ? സഞ്ചാരി ഈ ഇവന്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളെപ്പോഴും സഞ്ചാരിയുടെ ഒരു ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ട്രാവൽ വിത്ത് നേച്ചറാണ്. അപ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ പോകുന്ന ട്രിപ്പുകളിൽ പൊല്യൂഷൻ നമ്മൾ ഒരിക്കലും അനുവദിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഏതെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നല്ല, എന്തായാലും തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഇവിടുത്തെ വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ കോർഡിനേറ്റേഴ്സ്, അഡ്മിൻ കോർഡിനേറ്റേഴ്സ്, അവർ പറയുന്ന ഗൈഡ് ലൈൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരെ സമീപിക്കുക. അപ്പോൾ ഇതൊരു ഫാമിലി ഓറിയന്റഡ് ട്രിപ്പാണ്. എല്ലാവരും നല്ലവണ്ണം സഹകരിക്കുക, അതുപോലെ നല്ലവണ്ണം എൻജോയ് ചെയ്യുക. ഇതിപ്പോൾ ഏതായാലും രാത്രിയാ തിരിച്ചു വരുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു യാത്ര നേരുന്നു. താങ്ക് യു. ഹലോ. അപ്പോൾ നമ്മൾ സഞ്ചാരിയുടെ 4-ാമത്തെ വർഷം ആഘോഷിക്കുകയായിരുന്നു. അതിന് കേക്ക് കെട്ടിയതും എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. നമ്മുടെ ബോട്ട് ഇവിടുന്ന് നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. സാൽമിയലിന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ബോട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ.
ഈ കാഴ്ച എന്ന് പറയുന്നത് ബോട്ടിന്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള 3 തട്ടാണ്. ഗ്രൗണ്ട്, ബേസ്മെന്റ്, ഫസ്റ്റ് ഫ്ലോർ എന്നുള്ള രീതിയിലാണ് ബോട്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനകത്ത് ഇതുപോലത്തെ ഇത് 2 ആൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിംഗിൾ ബെഡുള്ള ഒരു റൂമിനകത്ത് 2 ബെഡുണ്ട്. എല്ലാ സൗകര്യങ്ങളുള്ള അത്തരം 6 റൂമുകളുണ്ട് ഇതിന് താഴെ തട്ടിൽ. ഇതിനകത്ത് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ഹോള് കാണുന്നത്. ഇവിടെയാണ് കിച്ചൺ സൗകര്യം ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചണിൽ ഫ്രിഡ്ജ് ഉണ്ട്, കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുക്ക് ചെയ്യാൻ സ്റ്റവും കാര്യങ്ങളൊന്നും ഇല്ല. അത് വേണമെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്യണം. ഇവിടുന്ന് പുറത്തേക്ക് ഒരു വഴി. ബോട്ടിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. സംഭവമാണ്. ബോട്ട് ഞങ്ങളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് നമ്മുടെ ബോട്ടിൻ്റെ പുറകിൽ ചെറിയ ബോട്ട് കെട്ടി വലിക്കുന്നതായിട്ട് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ബോട്ടിൽ നിന്ന് ഐലൻഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള ബോട്ടാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഷബീറിൻ്റെ കൂടെ അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് എല്ലാവരും കൂടി എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ നീണ്ട 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കുബ്ബാർ ദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ദ്വീപിലേക്ക് അങ്ങ് അടുക്കത്തില്ല നമ്മുടെ ബോട്ട്, വലിയ ബോട്ടായ കാരണം. അപ്പോൾ ഇവിടുന്ന് ചെറിയ ബോട്ടിൽ വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്.
ബോട്ടിൽ കയറാൻ പോവാണ്. ഹലോ, അവസാനം നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കുബാർ ദ്വീപിൽ. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇവിടുത്തെ വെള്ളം കണ്ടോ, തനി പ്യുവർ വാട്ടറാണ്. എന്താ പറയുക, നല്ല തെളിഞ്ഞ വെള്ളം, ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓരോരുത്തർ വന്ന ഉടനെ തന്നെ വെള്ളത്തിലോട്ട് ചാടി തുടങ്ങി കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലേ. ഈ വെള്ളം കണ്ടില്ലേ, എന്ത് തെളിഞ്ഞ വെള്ളം നോക്കിയാ കണ്ടില്ലേ. വെള്ളത്തിൻ്റെ അടിയിലുള്ള ഓരോ ചെറിയ ചെറിയ കല്ലുകൾ പോലും നമുക്ക് കാണാൻ കഴിയും. നല്ല സ്റ്റൈൽ സംഭവം കേട്ടോ, ഇടുവാ. അക്രമങ്ങൾ തുടങ്ങി എല്ലാവരും. ബോട്ട് എപ്പോഴും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തെറ്റായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു 40-50 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ എന്നാണ്. ശരിക്ക് കണക്ക് പ്രകാരം 77 ആൾക്കാരാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ. 77 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 3ാമത്തെ ട്രിപ്പാണ് ബോട്ട് ആളെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി കുബാറിലെ കുറച്ച് കാഴ്ചകൾ കാണാം. കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ചെറിയൊരു മണൽക്കൂന അത്രേ ഉള്ളൂ. വേറെ പിന്നെ ഒരു ടെലിഫോൺ ടവർ ഉണ്ട്, നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും. ഒരു ടെലിഫോൺ ടവർ ഉണ്ട്. പിന്നെ ഈ ബോട്ടുകളുടെ ഒക്കെ സിഗ്നൽ ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. എൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാൽമിയയിൽ നിന്നാണ് പുറപ്പെട്ടത്. സാൽമിയയിൽ നിന്ന് 3.5 മണിക്കൂർ നമ്മൾ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇതിൻ്റെ വേറൊരു ഭാഗത്ത് കുറേ പാറക്കഷ്ണങ്ങളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല. ഇതിന് ഇപ്പം നമ്മൾ വന്ന് ബോട്ട് കൊടുന്ന് അടുപ്പിച്ച ഏരിയ മാത്രം, അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് ഇറങ്ങി കുളിക്കാനും ഇതിനൊക്കെ സൗകര്യമുള്ളൂ. ഇവിടെയൊക്കെ മൊത്തം ഈ പാറക്കഷ്ണങ്ങളാണ്. ഇതൊക്കെ ശരിക്കും ചെറിയ ചെറിയ ശംഖുകളാണ്, അല്ലേ? ഇത്
കടലിൽ നിന്ന് തിരമാലയ്ക്ക് വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ചെറിയ വിഴപ്പിട്ടുകൾ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇവിടെ ഈ ഒരു ഏരിയ മുഴുവൻ അതാ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ശരിക്കും നല്ല നീല കളറായിട്ട് കിടക്കുന്ന വെള്ളം, നീലയാണോ പച്ചയാണോ ഒന്നും പറയാൻ പറ്റില്ല. പല ഏരിയകളിൽ പല നിറമായിട്ട് കാണാം. നമുക്ക് ശരിക്കും വെള്ളത്തിൻ്റെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മുകളിലേക്ക് കാണാൻ കഴിയും. ഇവിടെ കരയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല, എന്നാലും ഓൾമോസ്റ്റ് കാണാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ല, ഈ കടലിൻ്റെ അടിയിലുള്ള കല്ലുകളും വലിയ വലിയ പാറകഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. മുന്നേ നമ്മൾ കണ്ടതിനെക്കാട്ടിയും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണിത്. മുന്നേ നമ്മൾ കണ്ട സ്ഥലം എന്ന് പറയുമ്പം അവിടെ പാറക്കല്ലുകളായിരുന്നു കൂടുതലും. ഇവിടെ ശരിക്ക് മണൽ ഏരിയയാണ്, മണൽത്തിട്ടകളാണ് മൊത്തം. നമുക്ക് കാണാൻ കഴിയും കറക്റ്റ് ആ വെള്ളത്തിൻ്റെ ആ കളർ ചേഞ്ച് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു ലൈറ്റ് ഗ്രീൻ കളറും അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ബ്ലൂ കളറുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയും. ഇവിടെയൊക്കെ വേറെയും ബോട്ടുകൾ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതൊക്കെ ചെറിയ ബോട്ടുകളാണ്. ഓരോരുത്തർ പേഴ്സണലായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ബോട്ടുകളാണ്. 2-3 പേര് അല്ലെങ്കിൽ 5-6 പേരൊക്കെ ആയിട്ട് 10 പേരൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ ബോട്ടുകളാണ് ഇതൊക്കെ. ചെറിയ ബോട്ടുകളാണ്. അവിടെ എൻ്റെ പുറകിൽ ഒരു കുന്നുപോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ. എന്താ സംഭവം എന്നറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ സംഭവം എന്നുള്ളത്. നോക്കിയിട്ട് വരാം. കുറച്ച് ദൂരം അങ്ങ് നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് അവിടെ പോയി നോക്കിയെങ്കിലേ സംഭവം എന്താണെന്ന് അറിയുള്ളൂ. അതുകൊണ്ട് എത്തിപ്പെടാൻ കുറച്ച് പാടാണ്, എന്നാലും നോക്കാം. നമുക്ക് നോക്കി ചുറ്റി സംഭവം ഇതാണ്. പക്ഷെ ഇവിടെ കുറേ ചെടികൾ, മുള്ളും ഒക്കെ നിറഞ്ഞ ചെടികളുണ്ട്. ഇത് സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ കല്ലുകൊണ്ട് ഇവരുണ്ടാക്കിയിട്ടുള്ളതാണ്. പകലിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു പാറകഷ്ണം പോലെ തോന്നിയത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ. അടുത്ത ലക്ഷ്യം ഇതിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് കയറി നോക്കാം. ആഹാ, സൂപ്പർ. നമുക്കവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഞാൻ നിങ്ങളെ കാണിക്കാം. അതുകൊണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതൊരു 360 ലെവലിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇതിലിവിടെ ഒരു ടെലിഫോൺ ടവറാണുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ ജനറേറ്ററും കാര്യങ്ങളും ഉണ്ട്, പിന്നെ കുറച്ച് ചെടികളും ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ ഒത്തിരി വിദേശികളൊക്കെ വന്നിട്ട് ഉണ്ട് ഇവിടെ. പിന്നെ ഇതുപോലെ മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സീ വാട്ടർ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. അടുത്ത വല്ല സംഭവം ഉണ്ടോ എന്ന്
നോക്കിയിട്ട് വരാം. എല്ലാവരും ഭക്ഷണം കഴിക്കണ തിരക്കിലാണ്. സിജോ നല്ല കാര്യമായിട്ട് അടിച്ചു വിടുന്നുണ്ട്. സിജോ എങ്ങനെയുണ്ട്? ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളി ബിരിയാണി. ഇത് എവിടുന്ന് ഓർഡർ ചെയ്തതാ? സാൽമയിലെ സാൾട്ട് ആൻഡ് പേപ്പർ റെസ്റ്റോറൻറ്റ് ഓർഡർ ചെയ്താണ്. അത്യാവശ്യം നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കുവൈറ്റ് ഫുഡീസ്. അപ്പോൾ അതിൻ്റെ അത് നല്ലൊരു അഭിപ്രായം ആയതുകൊണ്ട് പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മേടിച്ചൊരു ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ബിരിയാണി, നല്ലൊരു ഭക്ഷണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തും ചോദിക്കാം ഫുഡിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന്. റസൂൻജി, എങ്ങനെയുണ്ട് ബിരിയാണിയൊക്കെ? നല്ല ബിരിയാണിയോ? ഇത് എവിടുന്നാ നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ? സോൾട്ട് ആൻഡ് പേപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ സാൽമിയയിലല്ലേ? സോൾട്ട് ആൻഡ് പെപ്പർ സാൽമിയയിലുള്ള ഹോട്ടലാണ്. ബ്ലോക്ക് 10 പാർട്ട്ണറിലാണോ? ഓക്കെ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തിരക്കിലാണ്. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? ഭക്ഷണം ചിക്കൻ ബിരിയാണി ആയിരുന്നു. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ആൽമയിലുള്ള സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുവൈത്തിൽ തന്നെയുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്, കുവൈറ്റ് ഫുഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അതിൽ വന്നിട്ടുള്ള പ്രേക്ഷകർ അയച്ചിട്ടുള്ള റിവ്യൂസ്, അതും അതിൻ്റെ ഓരോ ഹോട്ടലിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സഞ്ചാരി ഗ്രൂപ്പ് സോൾട്ട് ആൻഡ് പെപ്പറിനെ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തത്, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 3:30 ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള കാഴ്ചകൾ ഇനി കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അർജുന സാരഥിയായി ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുപ്പാറ
യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് പോരുകയാണ്. തിരിച്ചു വരാൻ ഏകദേശം 3-3.5 മണിക്കൂറോളം വേണം യാത്ര, ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ പോന്നിട്ട് 3 മണിയാകുമ്പോൾ 5 മണിയായി. ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം എടുക്കും സാൽമയിലേക്ക് എത്താൻ. വളരെ നല്ല ഒരു ട്രിപ്പായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് കുവൈത്ത് സഞ്ചാരി ഗ്രൂപ്പിനോടാണ്. സഞ്ചാരി ഗ്രൂപ്പിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇത്തരം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിനും എല്ലാവരും അതിൽ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അതിന് എല്ലാവിധ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് സഞ്ചാരി കുവൈത്ത് ഗ്രൂപ്പിന്. അതിൻ്റെ അഡ്മിൻസായ പ്രസൂന്തിക്കും ഒത്തിരി അഡ്മിൻസ് ഉണ്ട്, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ട്രിപ്പുകൾ സഞ്ചാരി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. തീർച്ചയായും അടുത്ത സഞ്ചാരിയുടെ അടുത്ത ട്രിപ്പിലും ഞങ്ങൾ പങ്കെടുക്കും എന്ന് എല്ലാവരും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷം. സഞ്ചാരി ഗ്രൂപ്പിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കും. അതുപോലെ ഇന്ന് ഞങ്ങൾ വന്ന ബോട്ട് 75 ആൾക്കാരെ കപ്പാസിറ്റി ഉള്ള ബോട്ടാണ്. ഞങ്ങൾ 75 ആൾ മാക്സിമം വന്നിട്ടുണ്ട്. 77 പേര് ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ട്രിപ്പിൽ. ഇതിൻ്റെ റെൻറ്റ് 375 ദിനാറ് പ്ലസ് 100 KD ഇൻഷുറൻസ് ഫീസുണ്ട്. അങ്ങനെ 475 ആണ് ബോട്ടിൻ്റെ റെൻറ്റ്. പിന്നെ ഇത്രയും ആളുകൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ വൈകിട്ടത്തേക്ക് സ്നാക്സ്, ടീയും എല്ലാം സഞ്ചാരി ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നല്ല രീതിയിലായിരുന്നു. അപ്പം, മുട്ടക്കറി, വെജിറ്റബിൾ വേണ്ടിയവർക്ക് വെജിറ്റബിൾ എല്ലാം ഉണ്ടായിരുന്നു. ലഞ്ച് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ തന്നെയായിരുന്നു ഒരു ട്രിപ്പ് സഞ്ചാരി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും ഇതുപോലുള്ള നല്ല രീതിയിലുള്ള ട്രിപ്പുകൾ ഇനിയും ഞങ്ങൾ സഞ്ചാരിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു. ഹലോ, അങ്ങനെ ഞങ്ങൾ കുബാർ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിരിക്കുകയാണ്. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങളെ ഈ ഒരു ട്രിപ്പ്. അപ്പോൾ അതിന് സ്പെഷ്യലി സഞ്ചാരി കുവൈത്ത് ഗ്രൂപ്പിനോടാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. അവരുടെ കോർഡിനേഷൻ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഇനിയും ഇതുപോലുള്ള യാത്രകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സഞ്ചാരി കുവൈത്തിൻ്റെ ഭാഗത്തു നിന്നും. ഇനിയും അടുത്ത ഒരു കിഡിലൻ വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ്, നജീബ് വാക്കയിൽ. ബൈ.